ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ ഹെയർ കട്ട് ചെയ്യാൻ പോവാം. അതിൻ്റെ മാത്രം വ്ളോഗിൽ നമ്മൾ ലുലുമാളിൽ പോകുന്നുണ്ട്. ന്യൂ ഇയർ ആയിട്ട് എന്താവുമെന്നൊന്നും അറിഞ്ഞൂട. പക്ഷെ എവിടം വരെ ഇന്നത്തെ പരിപാടി പോകും അതേപോലെ ഞാൻ വ്ളോഗ് എടുക്കും. കുറച്ച് പ്ലാൻ ഉണ്ട്, അതുപോലെ നടക്കുമെന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഇവന്തോ നമ്മൾ അപ്പം നമുക്ക് മുടി തലമുടി ഹെയർ കട്ട് ചെയ്യാൻ പോകണം. അതാണ് ഫസ്റ്റ്. 2-3 ദിവസമായി ഞാൻ ഹെയർ കട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കണേ. ഇപ്പോഴാണ് ഈ കൊച്ചു വരാന്ന് പറഞ്ഞ് സമ്മതിച്ചത്. ആൾക്കാരാണ് ഗൈസ്. എൻ്റെ മുഖത്ത് ഭയങ്കര അങ്ങനെ 2 hours വെയിറ്റിംഗ് ആണ്. 2 hours വെയിറ്റിംഗ് അല്ലല്ലോ, 2 hours വെയിറ്റിംഗ് ഗൈസ്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഫെയറിലാണ് ഗൈസ്. ഫെയർ ഇറങ്ങാൻ നേരത്തെ ഫെയറിലാണ് നിൽക്കുന്നത് ഗൈസ്. ഇവിടെ ഭയങ്കര ചുറ്റുപാടൊക്കെ ഭയങ്കര നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറാണ്. നൈസാണ് ഗൈസ്, കൊള്ളാം. എനിക്ക് വയ്യ ഗൈസ്, പനിയാണ്. എൻ്റെ ലുക്ക് കണ്ടാൽ തോന്നുന്നില്ലെങ്കിലും എനിക്ക് വയ്യ ഗൈസ്. എൻ്റെ ശബ്ദം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാവും. വയ്യ. ഇവിടെ അടഞ്ഞിരിക്കുന്നു, മൂക്കിൻ്റെ ഇവിടെ അടഞ്ഞിരിക്കുന്നു. ഇവിടെ വേദന, ഇവിടെ വേദന, ഇവിടെ വേദന. ഞാൻ പിന്നെ ഞാൻ ഇങ്ങനെ ഇരിക്കണമെന്നേ ഉള്ളൂ. ഒരു വയ്യായിക ഇല്ല 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 എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഗൈസ് ഇങ്ങനെയാണ് എൻ്റെ ശബ്ദം. ഇത് എല്ലാ വീഡിയോ ഇതുപോലെ എടുത്തു വയ്ക്കും, എന്നിട്ട് ഒരു വീഡിയോ പോലും പോസ്റ്റ് ചെയ്യില്ല. ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വരെ നോക്കി കയറുന്നില്ല. ഇപ്പം തന്നെ 3 വീഡിയോ എടുത്ത് എൻ്റെ ഫോണിൽ തന്നെ 3 എണ്ണം. എൻ്റെ ഫോണിൽ 3 എണ്ണം കിടപ്പുണ്ട് വീഡിയോ. ഇതുകൂടെ ചേർത്ത് 3 എണ്ണം. ഇതുവരെ ബാക്കി 2 എണ്ണം പോസ്റ്റ് ചെയ്തിട്ടില്ല. എന്താ ഇഷ്ടമാണ്. 2 hours വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ വന്നിട്ട് തന്നെ 1:30 ആയി അല്ലേ. ഒരുപാട് ലേറ്റായി. പോയി വെട്ടിയിട്ട് നേരത്തെ വന്നാൽ മതിയായിരുന്നു. 10:30 ആകുമ്പോഴങ്ങ് ഇറങ്ങിയാൽ മതിയായിരുന്നു. അപ്പോൾ 10 to 11, 12, 12 ആകുമ്പോൾ അങ്ങനെ മേടിച്ചല്ല. ഇത് വീട്ടിൽ ചെന്ന് ഞാൻ പിള്ളേരെയൊക്കെ ഒരുക്കണ്ടേ. അത് സെറ്റാവും. അങ്ങനെ ഞാൻ പറഞ്ഞത് നമ്മളെന്താ 4:30 നമ്മൾ ഇറങ്ങുമ്പോൾ ഉറപ്പാണ്. അപ്പോൾ ഗൈസ് ഇവിടുന്ന് മുടി വെട്ടി ഇറങ്ങുമ്പോൾ കാണാം ഗൈസ്. ബൈ. സോ ഗൈസ് ഇന്നും കൂടെ അക്കടെ മുടി ഉണ്ടാവുള്ളൂ. നാളെ തൊട്ടി മുടിയില്ല. ന്യൂ ഇയർ ന്യൂ ഹെയർ. ന്യൂ ഇയർ ആകുമ്പോൾ ന്യൂ മുടിയാണ്. തിരി ഇനി ഈ മുടി തിരിച്ചു വരുമ്പോൾ വേറെ മുടിയായിരിക്കും. ഓ എടി തിരിയടി. ഗൈസ് ഒക്കെ ഇപ്പോൾ ഹെയർ കട്ടിന് കയറി ഗൈസ്. ഞാനാണല്ലോ പോസ്റ്റ്. ഫ്രണ്ടിൽ കൂടെ ബാക്കി കൂടെ ആൾ പോണ ഗൈസ്. അവർ വിചാരിക്കും ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ട് കൊച്ചു വട്ടാണെന്ന്. അല്ല ഗൈസ്, ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇനി കുറേ സമയം എടുക്കുമെന്ന് തോന്നി. തലവേദനയൊക്കെ വയ്യ ഗൈസ്, പനിയാണ്. കണ്ടാൽ പറയില്ല, പക്ഷെ വയ്യ. വല്ലതും കേൾക്കാൻ വന്നതിൻ്റെ ശ്വാസം മാത്രമാണെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, ഹെയർ കട്ട് ചെയ്ത് ഞങ്ങൾക്ക് വരുമ്പോൾ കാണാം. ബൈ ബൈ. പോസ്റ്റാണ് ഗൈസ്. ബൈ 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 ബൈ. അങ്ങനെ ഞാൻ മുടി വെട്ടി അങ്ങനെ എൻ്റെ വേറെ അഭിപ്രായം. നീ ഒരു ചത്തോലിരിക്കും. മൈക്കോഫ വണ്ടർഫുൾ ഗൈസ്, അടിപൊളി, കാണാൻ പ്രതി. ബട്ട് എനിക്ക് ഇതിന് മുമ്പത്തെ ഹെയർ സ്റ്റൈലായിരുന്നു ഇഷ്ടം. ഇതിന് എന്ത് കുഴപ്പം? മീൻസ് ഇതിന് മുമ്പൊക്കെ കിട്ടില്ല കഴിഞ്ഞ ബർത്ത്ഡേക്ക്. അത് വേറെ ഏതുണ്ട്. എന്തൊക്കെ പറഞ്ഞേ? അത് ഞാൻ പറയാം. ഞാൻ പറഞ്ഞു ബോബായിട്ട് കട്ട് ചെയ്യണമെന്ന്. അപ്പോൾ പറഞ്ഞു അത് നല്ല ഇത്രയും കയറുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ എനിക്ക് കുറച്ച് ലെങ്ത്തിൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് ലെയർ കട്ട് ചെയ്യാൻ പറഞ്ഞു. കാരണം തീരെ പ്ലെയിനായിട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇല്ല, തീരെ പ്ലെയിനായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അൺഈവനായിട്ട് ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞു ഫ്രണ്ടിലൊക്കെ വരുമ്പോഴത്തേക്ക്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കട്ട് ചെയ്താൽ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു കുറച്ച് ലെയർഡ് ഇടാൻ പറഞ്ഞു, അല്ലെങ്കിൽ പ്ലെയിനായിട്ട് കിടക്കില്ല ഒരുമാതിരി. പക്ഷെ അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഞാൻ കട്ടൻ ബാങ്ക്സും വേണോന്ന് പറഞ്ഞു. അത്രയേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ അവരിങ്ങനെ കട്ട് ചെയ്ത് തന്നു. യെസ്.
പക്ഷെ കൊള്ളാം സംഭവം. എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു. എന്ത് വീട്ടിൽ പോവല്ലോ, നീ വിശന്നിട്ടെ. ഗായ്സ്, ഐ എം ഹംഗ്രി. ഇനി ഇവിടെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ എക്സ്പ്രഷൻ അല്ല, ഇനി ഇവിടെ ഇരുന്നാ ഞാൻ നാഗവല്ലിയായി മാറും. ഷോർട്ട് ഹെയർ ആക്കിയപ്പോൾ എന്തൊരു സന്തോഷം എനിക്ക്. അനിയത്തിയുടെ കൂട്ടുകാരിയെ വിളിക്കാൻ വന്ന വഴിയിൽ പപ്സും വാങ്ങിച്ച് കഴിച്ചോണ്ടിരിക്കുകയാണ്. വിശക്കുന്നു. ഇത്ര നേരമായി പോയിട്ട്. ഈ ഫെയറിൽ പോയി ഞാൻ വന്നു. അവിടെ വീട്ടിൽ വരും അല്ലേ? അമ്മ എവിടെ? എവിടെ ജയമ്മ? എനിക്കറിയാവുന്ന എല്ലാരും നീ ഉൾപ്പെടെ പോയി റെഡി ആയിക്കോ. അല്ല, വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെയാണ്. അക്ക ഇപ്പൊ വന്നല്ലേ ഉള്ളു, അതൊന്നും അറിഞ്ഞൂടാ. വയ്യ. പെട്ടെന്ന് എന്നിട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ഇറങ്ങിയില്ലെന്ന് വെച്ചാ പിന്നെ റെഡി ആയി ഡ്രസ് ഇട്ടാ മതി അമ്മ പറഞ്ഞ്. ഇവിടെ വന്നിട്ട് അല്ല, അമ്മ പറഞ്ഞു ഡ്രസ് ഇട്ടാ മതി, ഇനി റെഡി ആയെന്നൊക്കെ. ആണാ? ഡ്രസ് ഇടാനാണെങ്കി ഓക്കെ. കളാമോ? എന്ത് എന്ത് വൂൾഫൊന്നും അല്ല ഇത്, കട്ടൻ ബാങ്ക്സ്. ഇതാണ് ഷോർട്ട് ഹെയർ. എനിക്കിത് ഇങ്ങനെയുള്ള അവളെ നോക്കാൻ പറ. തൊപ്പി വെച്ചോ. നീ ഹെയർ സ്റ്റൈൽ കാണാത്തോണ്ട്. ഞാനും അമ്മയും കൂടെ അപ്പയുടെ കാർ എടുക്കാം. കാർ എടുക്കാൻ പോകണം. കാരണം ഞങ്ങൾ വരാൻ ലേറ്റ് ആയത് കൊണ്ടും അച്ഛന് പോകാൻ വണ്ടി ഇല്ലാത്തത് കൊണ്ടും അച്ഛൻ കാർ എടുത്തിട്ട് പോയി. അല്ലേ അമ്മ? അപ്പം നമ്മൾ ഈ സ്കൂട്ടർ ഒപ്പിക്ക് അവിടെ വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്യും, കാറുമായിട്ട് ചന്ദ്രൻ അങ്ങനെ പറയാം. സെറ്റായിട്ട് എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ മരണപ്പയച്ചിലൊന്നും പറയാൻ പറ്റൂല, പക്ഷെ എന്നാലും നമ്മൾ നന്നായിട്ട് ഓടി. കാരണം ഞാൻ വേറൊരു കാര്യം, രാവിലെ മുടി വെട്ടാൻ പോകുന്നു. ഇറങ്ങിയത് എത്ര മണിക്ക്? 12:30 ഇപ്പൊ ഇറങ്ങി 12:30 ഇപ്പൊ ഇറങ്ങി. ഏകദേശം 1 മണിയാവുമ്പോ അല്ലെങ്കിൽ 2:30 ആവുമ്പോ വീട്ടിൽ വന്ന് നമ്മള് 3 മണിയാവുമ്പോ ഇറങ്ങുന്നൊക്കെയായിരുന്നു പ്ലാൻ. ഇപ്പൊ സമയം എത്ര? സമയം 1 മിനിറ്റ്. 9 മണിക്ക് ഫണ്ടൂറാണെങ്കിൽ എനിക്ക് എവിടെ കേറി ഇരിക്കും നമ്മള്. നമുക്ക് രാത്രി സെറ്റ്. സോ അതിന്റെ വീഡിയോ നമ്മള് വീട്ടിൽ വരുന്നു, ഉറക്കം വന്നോ ഇല്ല, നമുക്കൊരു പ്രശ്നമല്ല. നമ്മള് പാട്ട് വയ്ക്കുന്നു, ലൈറ്റ് ഓഫ് ചെയ്യുന്നു, കളിക്കുന്നു. നിങ്ങക്ക് കാണാൻ പറ്റുന്നു ഇവിടെ? ഇപ്പൊ ചെറിയ ലൈറ്റ്, മറ്റേ ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ പരിപാടി നടക്കുവാണ് കനകക്കുന്ന്. എന്തായാലും ഞങ്ങൾ ചോദിക്കുന്നു അവിടെ ഒരു പരിപാടി ഇല്ല നേരെ. ഞങ്ങൾ ഇതുവരെ നോക്കിയില്ല ലുലുമാളിൽ. എടുത്ത് അതെ ഇങ്ങോട്ട് വരാൻ വിചാരിക്കുന്നു. ഇവിടെ ഫ്ലവർ 2026 കണ്ടോ? ക്രിസ്മസ് അപ്പൂപ്പന്റെ വണ്ടി ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാവരും. അയ്യോ, റെയിൻഡിയേഴ്സ് കണ്ടോ? കൊള്ളാല്ലേ? ഇത്ര അല്ല, 8 റെയിൻഡിയേഴ്സ് ഉണ്ട്. മൊത്തം 8 എണ്ണം ഉണ്ട്. 2 സാന്റാക്ലോസ് വെട്ടി നുറുക്കി തിന്നു. നല്ല രസമുണ്ട് ഗൈസ്.
എന്തടി കേക്ക് ഉണ്ട്. നമ്മളെത്തി ഗൈസ്. അറ്റ് ലാസ്റ്റ് ഉച്ചക്ക്. ഇത് ഉച്ചയാണ് ഗൈസ്. നമ്മളുടെ ഉച്ച. നമ്മൾ പ്ലാൻ ചെയ്ത ഉച്ച. കുഞ്ഞിയുടെ അവസ്ഥ. നമ്മളെല്ലാവരും ബ്ലാക്ക്. എല്ലാരും ബ്ലാക്ക്. ഇവിടെ എത്തുമ്പോ ഫുൾ ആരും വിളിക്കുന്നില്ലേ? അമ്മ ഫോൺ റിങ് ചെയ്യുന്നടാ. അപ്പൊ നമ്മളെന്തായാലും പോട്ടെ. വൈ അമ്മൂമ്മയുണ്ട് കൂടെ. ഓ നിന്നെ കാണിച്ചിട്ട് എന്ത് ചെയ്യാനാ? മുടി വെട്ടിയിട്ട് അഹങ്കാരം. ഞാൻ മാത്രം ഓടുവന്നല്ല 3 പേര് ജീൻസ്. അത് തന്നെ ആ സ്റ്റാൻഡ് എടുത്തോണ്ട് വന്നിരുന്നേ അവിടെ വെച്ചിട്ട് കളിക്കും. ഇവിടെ റാമ്പാക്കാന്നാണ്. ഇവിടെ റാമ്പാക്കാണെന്നാണ്. ഇവിടെ എല്ലാവരും ഓട്ടം. നിങ്ങൾ ആരും ശ്രദ്ധിക്കാത്തേ? ഒന്നുമില്ല. നമ്മളെ റാം ബാക്ക് കുളമായി. ഓട്ട മത്സരം നടത്തി. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല വീഡിയോ എടുത്തു. അതിന് നീ എടുക്കാൻ നിന്നവരുണ്ട്. ഇവിടുന്ന് ആദ്യം ആര് നടക്കണം? ഓക്കെ ആദ്യം ആര് നടക്കണം? ഞാൻ വീഡിയോ എടുക്കാം ഓരോരുത്തരുടെ. ആര്? 3 2 3 2 ഓക്കെ. കൊള്ളാം. അടിപൊളി സെറ്റ്. ഇതുപോലെ നല്ല റാമ്പൊക്കെ വേറെ ആരും നടത്തി കാണൂല. വളരെ ബോറായിരുന്നു. അതെ നല്ലായിരുന്നു. മൊത്തം ബോറായി. ഓ ഇതാണ് നമ്മളുടെ അമ്മുമ്മ. യെസ്. നെക്സ്റ്റ് അടുത്ത കഴിഞ്ഞോ റാംബാക്കൊക്കെ? നിങ്ങൾക്ക് റാംബാക്കായി വീഡിയോ എടുക്കാൻ ആൾക്കാരുണ്ട്. നമുക്കാണ് ആരും വേണ്ട. റെഡിയാണോ? ഇല്ല റെഡി അല്ല. അല്ല ജമ്പിങ്ങനല്ലേ? ജമ്പ് ചെയ്യണ്ടേ? തലമുഴ ഇട്ടാണോ കളിക്കണേ? നമ്മൾ എന്നാലും റാംബാക്ക് ചെയ്തിട്ടേ പോകും. ഈ മൈക്കിൽ കൂടെ എല്ലാം കേട്ടാണ് കഴിച്ചു. എന്റെ സീക്രട്ട് എല്ലാം പൊളിഞ്ഞു. സെൻസർ അല്ലേ? കാണിച്ചേ എന്നെക്കാളും വലുതാണല്ലോ ഈ കണ്ണാടി. തല ഇറങ്ങണ്. നമ്മള് ഫണ്ടൂറയിലെത്തി. ഇവിടെ കൊടുക്കാം. ഞാൻ പേടിച്ച്. ഞാനേ വലിയ കാര്യത്തിലിങ്ങനെ അമ്മയ്ക്ക് വയ്യാത്തോണ്ട് പതിയെ വരും. ഇത് കണ്ട അതെ ക്രിസ്മസ് അപ്പോ ഒക്ടോബസ് ആയത്. നമ്മളിപ്പോ എവിടെ നിൽക്കുകയാണ്? നമ്മൾ ഫൺ ടൂറിൽ കയറാൻ പോവാണ്. ഓ തിന്നാൻ പറ്റണത് ആ ഹൗസ്. നമ്മൾ ഫണ്ടൂറിൽ കയറാൻ പോവുകയാണ്. ഫണ്ടൂറ. ലെറ്റ്സ് ഗോ ടു ഫണ്ടൂറ. ബൈ അവിടെ പറയാൻ വേണ്ടി ഇവിടെ മൈക്ക് വെച്ചിട്ട് ബൈ. നമ്മൾ ഫണ്ടൂറയിൽ ഗെയിം കളിക്കാൻ പോവാണ് ഗൈസ്. നിങ്ങളെ മാത്രമേ അതിനകത്തുള്ള അവസാനം നമ്മളൊന്നും ഇല്ല. അവിടെ ഉള്ള കൂട്ടായിരിക്കും. നമ്മള് ഔട്ട് കളിക്കാം. ഫണ്ടൂറിൽ കളിക്കാൻ പോവാം.
Okay guys, let's enjoy. എല്ലാരും excited ആണ്. വാ വാ. So excited. വാ. എടി പാറുവിനെ കാണിയേരി കൃഷ്ണ. ഗൈസ് നമ്മള് കേറാനുള്ള ബഹളം. ഇതല്ലേ 4 ഇത് വെച്ചെടുക്കാം. ആ ഇത് ഫ്രണ്ട് പിന്നെ ഇപ്പൊ ഷൂസ് ഒക്കെ തരും അല്ലേ? അതെ. ഓ പച്ച കളർ നമ്മൾ വീട്ടിൽ കൊണ്ടുപോകാം. ബ്ലാക്കും പർച്ചേസ് ആ ഓർമ്മയ്ക്കായി. ഓർമ്മയ്ക്കായി. ആ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ആ പച്ച കളറായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് പച്ചയായിരുന്നു. എനിക്ക് ഇഷ്ടായിരുന്നു. എല്ലാം വെച്ചാ കഴിഞ്ഞ വർഷം പച്ചയായിരുന്നോ? ആ അക്ക മൈക്ക് ഊരി പോവാൻ നോക്കോണേ. അകത്തോട്ട് വെച്ചോ ഡ്രസ്സിന്റെ ഷോക്സ്. ഏത് കാര്യം Let's start the game. നമ്മുടെ ഡോറ ബുജിയാവാം. ഡോറയുടെ ബുജിയുടെ പ്രയാണം അങ്ങോട്ട്. ഫാമിലിയുടെ പ്രയാണം. ഫാമിലിയുടെ പ്രയാണം. അവളൊരു സ്നാപ്പും. ഇവിടെ ഡ്രാമ കളിക്കണായിരുന്നു. ഹലോ ഇവിടെ എന്താ കളിക്കുന്നത്? എന്നാ ഞാനും വെട്ടുണ്ടോ? ഇത് നമ്മുടെ ഫോൺ മാറ്റി ചേച്ചി ഇത് സ്നാപ്പിലെ നമ്മൾ ഗെയിം കളിച്ചിട്ട് വരാം. ബൈ. കിട്ടിയാ? ഏതൊക്കെ അടുത്ത ശിവപ്രഭ. So what? പിന്നെ ആയിരിക്കും. പിന്നെ അപ്പുറത്തെ കൈ കാണിച്ചോ. അല്ല അങ്ങനെ ഇട്ടോ അങ്ങനെ ഫോൺ പിടി വാവേ ഫോൺ. എല്ലാവരും മാനോന്നിക്ക് ആ ഓക്കെ റെഡി, നമുക്ക് പോവാം. എല്ലാവർക്കും അടി. ഇപ്പൊ കിട്ടിയില്ല. രണ്ടിലും കൊടുക്കണോ? വന്നില്ലല്ലോ. അയ്യോ ആദ്യം അതി കയറണ പിള്ളേരെ. നമ്മൾ വേറെ ചേഞ്ച് ചെയ്താല. കഴിഞ്ഞോ? ഇവിടെ അവിടെ തീർന്നു. ഇവിടെ ഇല്ലേ? അയ്യോ ഇതെങ്ങോട്ട്? ആ ബെസ്റ്റ്. എത്ര മണി? ദൈവമേ ഞാൻ അതും കൂടെ ഉള്ളു. എല്ലാം കഴിഞ്ഞോ? അത് കൊണ്ടില്ല. ഇത് കൊണ്ടില്ലേ? ഓക്കെ കണ്ടിന്യൂ. എടി വാർത്ത
ഇതെങ്ങ് എനിക്ക് വയ്യ, ഇനി മടിയായി അവിടെ കയറാൻ. അതേ വേറെ വല്ലേരി കയറാൻ കൃഷ്ണേ ചാടിക്കയറാൻ കുറച്ച് നേരം എടുക്കും. ഇതെങ്ങനെ കേറിയാ കേറ് ആ നടക്കാൻ കാര്യമല്ല. ദേവു ഇങ്ങോട്ടാക്കി വരല്ലേ. ഓ ഇത് കേറണോ? അത് ഞാൻ ചെയ്താ എങ്ങനെയടി ബലൂണിന്റെ ചവിട്ടിക്കയറും ചവിട്ടിക്കയറും ബലൂണിന് കേറ് 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 എവിടമായി കളിച്ച് ജയിച്ചതേ. ആ കളി കളി പിടിച്ചോ എല്ലാവരും. ഇത് പിടിക്കും നീ ചവിട്ടടി
15 മിനിറ്റ് കൂടെ. ഓക്കെ പോ. നീ ചെയ്തില്ല. സ്റ്റാർട്ട് ചെയ്യേ. ഓക്കെ പക്ഷെ എൻ്റെ പിടിയടി. ഞാൻ ചെയ്തതാണല്ലോ. ഇതാടാ പിടി. അവിടെ കൂടെ അല്ലേ, ഇവിടെ കൂടെ ലിഫ്റ്റ് ഇവിടെ ഉണ്ട്. ലിഫ്റ്റ് ഇവിടെ ഉണ്ട്. 7 മാറി. അതൊന്ന് സ്ട്രോബെറിയാ എടുക്കോ? സ്ട്രോബെറി ഫാൻഡ. ഞാൻ ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിച്ചു. അതാ കൊക്കക്കോള വാങ്ങണോ? എല്ലാത്തിനും നമ്മുടെ ടീമിലെ ലക്ഷറിയസ് എല്ലാത്തിനും ഓരോന്ന് എടുത്തോളൂ. ഞാൻ വാങ്ങിച്ചതാ 8 രൂപ. ഞങ്ങളെ പറ്റിച്ചു. ഇവിടെ ആരും പറഞ്ഞിട്ടില്ലായിരുന്നു കൗണ്ട് ഡൗൺ ഉള്ള കാര്യം. പക്ഷേ
നമ്മളിങ്ങ് പോന്നതല്ലേ. ആര് പറഞ്ഞില്ലേ? ആര് പറയും കൗണ്ടർ ഇതൊക്കെ എവിടെ നിന്നുണ്ട് അറിഞ്ഞ? എല്ലാ വർഷവും ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ വർഷം ഉണ്ടാ എല്ലാ വർഷവും? എല്ലാ വർഷവും ഇല്ല. എന്ത് പറ്റിയ? എന്ത് ചെയ്യാ? കണ്ടുകൂടെ കാർഡ് വെട്ടത്തിലൊക്കെ നല്ല രസമുണ്ട്. ആണോ? അത് പറഞ്ഞുകൊണ്ട് അവിടെ മുടി നനയിക്കിട്. അല്ല ഈ ചെവിയുടെ ഇടയിൽ നിന്ന് മാറ്റിയിട്. മാറ്റിയിടാൻ. ഓ ഇങ്ങനെ ഇടാൻ. ഓക്കെ ആണോ? കുറച്ചിങ്ങോട്ട് വാ. ആ ഫ്രണ്ടിലോട്ട് വാ. ഈ മുടി ഒന്ന് ഇങ്ങനെ ഇരിക്കുള്ള. ഈ കുട്ടി ഒന്നും മിണ്ടുന്നില്ല. നീ കേട്ട് പറയാനൊന്നുമില്ല. നല്ല രസമുണ്ട്. നമ്മൾ അധികം റൈഡിൽ പോയുള്ളെങ്കിലും പക്ഷെ കൊള്ളായിരുന്നു. അടിപൊളി. ബാക്കി കുറെ വീഡിയോ വേറെ കിടക്കുമോ? ഇത് പോസ്റ്റ് ചെയ്തില്ല. ആടുന്ന മരം കാണിച്ചു. ആടുന്ന മരം 3x കണ്ടോ? ആടുന്നു, മരം ആടുന്നു. അവിടെ പോയിട്ട് നമ്മൾ ഫ്രണ്ട് കാണിച്ചു. അതുകൊണ്ട് തിരിച്ചിറങ്ങി വന്നു. അതുകൊണ്ട് ഞാൻ തിരിച്ചു കയറിയതാ. ഞാനും കയറിപ്പോ. എന്നെ വീഡിയോ എടുക്കാനും ഇല്ലല്ലോ. അപ്പൊ ഞാൻ സ്വയം വീഡിയോ എടുത്ത് ഫണ്ടൂറിൽ പോകാം ഗൈസ്. വേറൊരു റൈഡിൽ ഏതെങ്കിലും റൈഡിൽ കയറാം. Let's go to Funtura guys. Let's have some fun. Let's have some fun. Again. കണ്ടൂറയിലേക്ക് മൈക്ക് ഇരിക്കുന്നു. മൈക്ക് ഒരടിച്ചു പോയി. Fun. Let's have some fun guys. Let's go. സാധനം കൊള്ളായിരുന്നു ചിക്കൻ. അടുത്ത ഗെയിമിനുള്ള പൊങ്ങിയിരിക്കണ. തല വലുതാവുമ്പോ ആലോചിക്കണം. തല വലുതാവുമ്പോ ആലോചിക്കണം. ഒന്നുപോലും കൊണ്ടില്ല കള്ളി. ബാലൻസ് എത്രയും ചോദിക്കാം അവരുടെ അടുത്ത്. അപ്പോൾ ഗൈസ് നമ്മൾ രണ്ടാമത്തെ ഗെയിമിൽ കളിക്കാൻ കയറിയപ്പോൾ ഞങ്ങളുടെ മൈക്ക് ഓഫ് ചെയ്ത് വെച്ചിട്ട് മാറ്റി വെച്ചിട്ട് കയറി. പിന്നെ ഇറങ്ങിയപ്പോൾ ഞാൻ ഓണാക്കാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ ചലിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഒന്നും ക്യാമറയിൽ വന്നിട്ടില്ല. പിന്നെ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി ഇതൊന്നും വന്നിട്ടില്ല. ഇപ്പോഴത്തെ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ഗെയിം കളിച്ച് ഇറങ്ങി വന്നതിന് ശേഷം ഞങ്ങൾ എല്ലാ ഫുഡ് കോർട്ടിലും കയറി ഇറങ്ങി ചോദിച്ചു ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഇന്ന ഫുഡ് വാങ്ങുന്നത്. ആ ഫുഡ് കോർട്ട് ചെല്ലുമ്പോഴത്തേക്കും കറക്റ്റ് ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും ആ ഫുഡ് കോർട്ട് ക്ലോസ്ഡ് ആണ്. അങ്ങനെ 2-3 ഫുഡ് കോർട്ടിൽ ഞങ്ങൾ കയറി എല്ലാം ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ അതല്ല ഞങ്ങൾ ഗതികേടത്ത് പറഞ്ഞു. ഞങ്ങൾ ഇതും പ്രാഗിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് സത്യം പറഞ്ഞാൽ.
ഹാപ്പി ന്യൂ ഇയർ ഗായ്സ്, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ഗായ്സ്, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ ഗായ്സ്. ഓ ഒന്ന് എന്തായാലും നമ്മളെ ന്യൂ ഇയർ ഞങ്ങൾ ഇവിടെ ലുലു മാളിലാണ്. എന്റെ എന്താ പറയാ ഒരാഗ്രഹം ഈ വർഷം ഇവിടെ ഒന്നാകും. ഫസ്റ്റ് വീഡിയോ ആണ്. മീൻസ് 2020 അയ്യോ നീ ആയിരുന്നു ഇവിടെ, ഞാൻ ദേവം വിളിച്ച്. അയ്യോ പെട്ടെന്ന് ആലോചിച്ചില്ല. അവിടെ നിറങ്ങാം. നമ്മള് മാത്രമേ എക്സലേറ്റ് മാത്രമേ ഉള്ളൂ ഇപ്പൊ തൽക്കാലം. ഈ ഇവിടെ ഇതിനകത്ത് നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ കറക്റ്റായിട്ട് പോയില്ലേ, കുഴപ്പമില്ല. അതിന്റെ ഇതെനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ആഗ്രഹിച്ചാണ് ഈ ന്യൂ ഇയർ ഇങ്ങനെ വരല്ലേ. നീ കയറി ഈ ഇയർ എനിക്കിങ്ങനെ ന്യൂ മാളിൽ വന്ന് അതിന്റെ കൗണ്ട് ഡൗൺ നോക്കി ആഘോഷിക്കണമെന്ന് അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഐ എം സോ ഹാപ്പി. എന്നാലും എൻ്റെ ഫ്രണ്ട്സ് വന്നിരുന്നു കേട്ടോ. അവരുടെ 2 പേര് 3 പേരുണ്ടായിരുന്നവർ 2 പേര് നല്ല കമ്പനിയാണ്. പിന്നെ എന്താ, ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം കഴിഞ്ഞ വർഷം ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹിച്ച് എന്നെ കൊണ്ട് പോകാൻ പറ്റിയില്ല. ബട്ട് ദിസ് ഇയർ മാത്രമല്ല മൈക്കില്ല പക്ഷെ എൻ്റെ ശബ്ദം എത്തിക്കാണും. അപ്പം പറയണം, അങ്ങനെ പറയണം. പോവാൻ പറ്റിയതല്ല, കസിൻസിന്റെ കൂടെ പോവാൻ പറ്റി, അങ്ങനെ പറയണം. അതെ എൻ്റെ കസിൻസിൻ്റെ കൂടെ പോകാൻ പറ്റി ഈ വർഷം. മേ ബി അതുകൊണ്ടായിരിക്കാം കഴിഞ്ഞ വർഷം പോകാൻ പറ്റാത്തത്. ഓക്കെ ഗൈസ്, വൺസ് മോർ ഹാപ്പി ന്യൂ ഇയർ. പക്ഷെ എന്തോന്ന് ദേവു പറഞ്ഞേ? കണ്ട് പറ എന്തോന്ന് അമ്മ. 1 മിനിറ്റ് അമ്മ പറ. എടി ഞങ്ങൾ വീഡിയോ എടുക്കും മാത്രം, നിങ്ങൾ എന്ന് ഇത്ര സംസാരിക്കണേ? ആ പറ ദേവു. ആര് മോട്ടിവേഷൻ തന്ന? എന്തോന്നു പറഞ്ഞ? പട്ടിണി ഫുഡ് കഴിക്കുന്ന ഞാൻ പറയാം. പട്ടിണി നമ്മള് ഒരു വർഷത്തിന്റെ തുടക്കം പട്ടിണി കിടന്ന പിന്നീട് നമുക്ക് പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരില്ല എന്നാണ് പറഞ്ഞത്. അത് നല്ല ഇതാണ്. അപ്പൊ എല്ലാവരും ഹാപ്പി ന്യൂ ഇയറിൽ പട്ടിണി കിടക്കുക, എല്ലാവരും പട്ടിണി കിടക്കുക. അതൊരു നല്ല മോട്ടിവേഷൻ. വ്രതമാണ്, വ്രതം. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം? ഇന്നത്തെ ദിവസം തുടങ്ങിയതല്ലേ ഉള്ളൂ. അതല്ല ജപ്പാനിലൊരു റൂളുണ്ട്. മീൻസ് പാക്കറ്റിന്റെ പുറത്ത് കാണിച്ചിരുന്ന അതേ സൈസിൽ ആഹാരം കിട്ടാതെ പട്ടിണി കിടന്ന് നമ്മള് ഫസ്റ്റ് ഫുഡ് 2022 ആദ്യത്തെ ഫുഡ് വെള്ളം. നമുക്ക് വാട്ടേണ്ടി ഓടി 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 പിടി അക്കിങ്ങോട്ട് ഓടിയേ.
ന്യൂ ഇയർ ഡാർക്ക് ആണ് ഗൈസ്. ന്യൂ ഇയർ ഡാർക്ക് ആണ് ഗൈസ്. ഇതാണ് അവസ്ഥ. പോവാം. അല്ല, മൈക്കിന്റെ ചാർജ് തീർന്ന് നമ്മളെ ചാർജ് തീർന്നു. ഓക്കെ ഗായ്സ്, വെട്ടം വന്ന്, ന്യൂ ഇയർ ആയിട്ട് വെട്ടം വന്ന്. ഓക്കെ, ഇനി നമുക്ക് പെട്ടെന്ന് വീഡിയോ. സമയം ഇപ്പൊ എത്രയാണെന്ന് അറിയാമോ ഗൈസ്? മണി 2:15. 2:15. നമ്മൾ എല്ലാം വാങ്ങിച്ച് വീട്ടിൽ പോവുകയാണ്. ഞാൻ പോയ കോലവും വന്ന കോലവും നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവും എത്രത്തോളം കഷ്ടപ്പെട്ടു. ഞാൻ ആലോചിച്ചൊക്കെ എന്റെ എല്ലാം പോയി, പൊട്ടുപോലും ബാക്കിയില്ല. അല്ല ഗൈസ്, നല്ലൊരു ദിവസമായിരുന്നു. അതുപോലെ തന്നെ കിടന്ന് കറങ്ങുകയും ചെയ്തു വിശന്നിട്ട്. അവസാനം തന്നെ ഇപ്പൊ ഒരു ദൈവഭാഗ്യം എന്ന് പറയാല്ലോ. ന്യൂ ഇയർ പട്ടിണി ആയില്ല ഗൈസ്. വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കുന്നതായിരിക്കും. ഇനി അടുത്ത വീട്ടിൽ പോയിട്ട് എടുക്കും ഫുഡ്. ഞാനെല്ലാം ചിലപ്പോഴേ എടുക്കുള്ളൂ. എടുക്കണമെങ്കിൽ ഇല്ലെങ്കിൽ ഗൈസ് ഇതാണ് എന്റെ. അടുത്ത ഈ വർഷത്തെ അടുത്ത വീഡിയോ വരുന്നവർ ബൈ ബൈ. എല്ലാരും ചേർന്ന് അല്ല ഊരി ഊരി പോകും അങ്ങനെ.